ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയാകില്ല. സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിലുള്ള ചുരുക്ക പട്ടിക ഇന്ന് തയ്യാറായി കഴിഞ്ഞു. സംസ്ഥാനം നൽകിയ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ADGP MR അജിത് കുമാറിനെ ചുരുക്ക പട്ടികയിലേക്ക് കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. അതായത് നമുക്ക് ഈ നിമിഷം ഉറപ്പിച്ചു പറയാൻ കഴിയും, സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി MR അജിത് കുമാർ വരില്ല. അജിത് കുമാർ ഔട്ട് എന്ന് വേണം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. 3 പേരുടെ ചുരുക്ക പട്ടിക തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിനെയും ഇത്തവണ പരിഗണിച്ചിട്ടില്ല. ഡൽഹിയിൽ ചേർന്ന UPSC യോഗത്തിലാണ് ഈ ചുരുക്ക പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. മനോജ് എബ്രഹാമിന്റെ കാര്യം പറഞ്ഞാൽ 2031 വരെ സർവീസ് ഉണ്ട് മനോജ് എബ്രഹാമിന്. അതുകൊണ്ട് ഇനിയും ഒരുപക്ഷെ പോലീസ് മേധാവി സ്ഥാനത്തെ പരിഗണിക്കപ്പെടാൻ സാധ്യതയും അവസരവുമുണ്ട്. നമുക്ക് UPSC തയ്യാറാക്കിയ 3 അംഗ ചുരുക്ക പട്ടികയിൽ നിന്ന് ആ 3 പേരുടെ പേര് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഇതാ പറഞ്ഞതുപോലെ MR അജിത് കുമാറിന്റെ പേരില്ല, മനോജ് എബ്രഹാമിന്റെ പേരുമില്ല. ഞാൻ പറഞ്ഞ 3 പേരാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. ആ 3 IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക, അതിലെ വിവരങ്ങൾ, അവരുടെ പൊസിഷൻ, അത് നമുക്ക് വിശദമായി തന്നെ നോക്കാം. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. ആദ്യം നമുക്ക് നിതിൻ അഗർവാളിനെ കുറിച്ച് സംസാരിക്കാം. നിലവിൽ അദ്ദേഹം സംസ്ഥാനത്തിന്റെ ഗതാഗത സുരക്ഷാ കമ്മീഷണറായി ജോലി ചെയ്തു വരികയാണ്. 1989 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ അദ്ദേഹം BSFന്റെ ഡയറക്ടർ ജനറലായും ജോലി ചെയ്തിട്ടുണ്ട്. ആ ചുമതലയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. IITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട് നിതിൻ അഗർവാൾ. ഇനി നമുക്ക് ഇതിൽ പരിഗണിക്കുന്ന 2ാം സ്ഥാനക്കാരൻ, അത് റവാഡ ചന്ദ്രശേഖറാണ്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. കേന്ദ്ര ഇന്റലിജൻസ് സ്പെഷ്യൽ ഡയറക്ടറാണ്. കേന്ദ്ര ഇന്റലിജൻസിന്റെ സ്പെഷ്യൽ ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ നിലവിൽ അദ്ദേഹത്തെ കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറിയായി അദ്ദേഹത്തിന് നിയമനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റവാഡ ചന്ദ്രശേഖർ കണ്ണൂർ ASP ആയി ഇരിക്കുന്ന സമയത്താണ് കൂത്തുപറമ്പ് വെടിവെപ്പിന് അദ്ദേഹം നേതൃത്വം നൽകിയത്. വെടിവെപ്പുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിരുന്നു. 2012 വെടിവെപ്പ് കേസിൽ നിന്ന് കോടതി റവാഡ ചന്ദ്രശേഖറിനെ കുറ്റവിമുക്തനാക്കിയത്. ഇനി നമുക്ക് 3ാം സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്ന പേര്, അത് ഫയർഫോഴ്സ് മേധാവിയായ യോഗേഷ് ഗുപ്തയാണ്. യോഗേഷ് ഗുപ്ത 1993 കേരള കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥനാണ്. നേരത്തെ ബെവ്കോന്റെ ബെവറേജസ് കോർപ്പറേഷന്റെ MD ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഏറെക്കാല സേവനം അനുഷ്ഠിച്ചിരുന്നു. അതിനു പുറമെ CBIയിൽ ബാങ്ക് സെക്യൂരിറ്റി, അതോടൊപ്പം തന്നെ ഫ്രോഡ് സെൽ, മുംബൈ സെൽ തലവൻ, അങ്ങനെ 3 പദവികളിൽ CBIയിൽ അദ്ദേഹം ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. ഹർഷിത് മേധ, ഖേദൻ പരേഖ് കേസുകൾ അന്വേഷിച്ചു. EDയുടെ കൽക്കട്ട ആസ്ഥാനമായുള്ള കിഴക്കൻ മേഖലയുടെ സ്പെഷ്യൽ ഡയറക്ടറായിട്ടുള്ള ചുമതലയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഏറെ പ്രമാദമായ ശാരദാ തട്ടിപ്പ്, റോസ് വാലി, നാരദ സ്കാം എന്നിവ അടക്കം കള്ളപ്പണ ഇടപാടുകളും അദ്ദേഹം അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈ 3 പേരുകളുമാണ് പ്രധാനമായും പരിഗണിക്കുന്നത്.